നമസ്കാരം. ചില വിഷയങ്ങൾ നമ്മളെ പിടിച്ചുലയ്ക്കും. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ വളരുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ സ്വപ്നങ്ങളും ഉണ്ടാകും. അതങ്ങനെയാണ്. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള അവൻ്റെ കഷ്ടപ്പാടുകൾ കൗമാരത്തിലും യൗവനത്തിലും അവൻ്റെ എതിർലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് അവനൊരു ഇഷ്ടമുണ്ടാകും. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ കാലം പ്രണയിച്ച ഒരു പെൺകുട്ടിയെ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലാകുമ്പോൾ ഇഷ്ടം തോന്നുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെ കൂടെ അനിൽ മുഖത്തല എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് പണ്ട് എന്നോടൊപ്പം പഠിച്ചതാണ്. പഠിക്കുമ്പോൾ എനിക്കൊരു മീൻ തന്നിരുന്നു. ആ മീൻ ചത്തുപോയി. അതിനോർത്ത് ഞാനിപ്പോഴും കരയും. അവനെ ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി എനിക്കൊരു ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞ മീനിനെ പാത്രത്തിലാക്കി തന്നു. ഞാനതിനെ വീട്ടിൽ കൊണ്ടുപോയി. നമുക്കറിഞ്ഞു അത് അടച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ചത്തുപോയി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വെമ്പായത്ത് ഇഷ്ടം പോലെ മീനുകളുണ്ട്. അപ്പോൾ അതിലെ ഗോൾഡ് ഫിഷ് കാണുമ്പോൾ ഞാൻ അവനെ മാത്രമല്ല മീനിനെ മാത്രമല്ല അവനെ ഓർക്കും. വിമൽ എന്ന് പറയുന്ന എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിച്ച ശിശുകുമാർ എന്ന് പറഞ്ഞ സ്കൂളാണ് തിരുവനന്തപുരത്ത്. പഠിക്കുമ്പോൾ നല്ലവണ്ണം പടം വരയ്ക്കും, നല്ലവണ്ണം. അപ്പോൾ ഒരു ദിവസം ശ്യാമള ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചറെ വരയ്ക്കാൻ പറഞ്ഞു. ടീച്ചർ പഠിപ്പിക്കേണ്ടതപ്പോൾ വിമൽ ശ്യാമള ടീച്ചറെ വരച്ചിട്ട് ഞാൻ അതിൻ്റെ താഴെ ശ്യാമള ടീച്ചർ എഴുതി വെച്ചു. ആ ടീച്ചർ അത് കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്നു. വിമൽ അത് ഓർക്കുന്നോന്ന് അറിയത്തില്ല. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചൂരലിൽ അടി തന്നു. ടീച്ചറുടെ പടം വരച്ചാണ് അവിടെ കളിക്കുന്നത്. പക്ഷെ അത് പിന്നീട് എനിക്ക് വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഭവത്തിലേക്ക് മാറി. ആ ടീച്ചർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എൻ്റെ മനസ്സിൽ ഞാൻ ഈ 62ാമത്തെ വയസ്സിൽ ഓർക്കുന്ന ഒരു വലിയ സത്യമാണ്. അത് ഗൗതമൻ്റെ പെൻസിൽ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു കഥയായിട്ട് എഴുതി. എനിക്കൊപ്പം ഗൗതമൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരിക്കുമ്പോൾ അവൻ്റെ പെൻസിൽ കാണാതായി. നല്ല പുതിയൊരു പെൻസിലായിരുന്നു. ക്ലാസ്സിൽ എല്ലാവരും ഞാൻ വളരെ സത്യസന്ധനായിട്ടുള്ള സത്യസന്ധത പഠിപ്പിക്കുന്ന ഒരു അമ്മയുടെ മകനാണ് ഞാൻ കള്ളമൊക്കെ പറയാറൊക്കെ ഉണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പറഞ്ഞ് ഇപ്പോഴും ടീച്ചറിനോട് ചില നമ്പറുകളും കള്ളമൊക്കെ ഞാൻ പറയും. അത് പക്ഷെ കണ്ടുപിടിക്കപ്പെടും. എന്നാലും ഒരാളെ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല മനസ്സുകൊണ്ട്. അപ്പോൾ ഈ പെൻസിൽ കാണാതായി. ഗൗതമൻ്റെ പെൻസിൽ കാണാതായപ്പോൾ ടീച്ചർ പറഞ്ഞു, എൻ്റെ ഇവിടെ ഒരാളുടെ പെൻസിൽ കാണാതായി, ഞാൻ ആ കള്ളനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ ടീച്ചർ എന്നോട് പറഞ്ഞു പെൻസിൽ കൊടുക്കാൻ. ഞാൻ പൊട്ടി കരഞ്ഞുപോയി. യഥാർത്ഥത്തിൽ കരച്ച് നമ്മൾ 2 പ്രാവശ്യം കൊണ്ട് കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ ദുഷ്ടശക്തികൾ എൻ്റെ ആശ്രമം നശിപ്പിക്കപ്പെട്ടപ്പോൾ, എൻ്റെ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അതെല്ലാം വെറുതെ ആയിരുന്നു. ഇത് എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ ആണെന്നും അങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ നശിക്കുന്നവനല്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നെ എല്ലാ കാലം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് കോടതി വരാന്തയിൽ കയറി ഇറങ്ങുകയാണ്. കാരണം അങ്ങനെയൊന്നും ഒരാൾക്ക് നമ്മളെ നമുക്കുള്ള അസ്തിത്വം എന്താണോ അതനുസരിച്ച് നമുക്ക് നിലനിൽക്കാൻ പറ്റും. അത് സത്യം എന്ന് പറയുന്ന നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റും, തെറ്റുകൾ പറ്റും. അതൊക്കെ നമ്മൾ തിരുത്തണം. കാലം നമ്മളെ അങ്ങനെ പഠിപ്പിക്കും. കാലം അങ്ങനെയാണ്. അപ്പോൾ ഈ ടീച്ചർ എന്ത് ചെയ്തു? ഈ പെൻസിൽ എടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നും ആ ടീച്ചറെ ഈ മനസ്സുകൊണ്ട്, ഗുരുവാണ്, ഗുരുനാഥയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ മുഖവും അവരുടെ രൂപവും എൻ്റെ മനസ്സിൽ നിന്ന് ഈ 62 വയസ്സിൽ മാറുന്നില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ്. 5 പറഞ്ഞാൽ 10-11 വയസ്സ് അല്ലേ? അതാണ് പരമാവധി പ്രായം. ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിലേറ്റൊരു ആഘാതമുണ്ട്. തെറ്റ് ചെയ്യാതെ നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ. അത് ഒരുപാട് പിന്നെ ജീവിതത്തിൽ ഉടനീളം അതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പടം വരയ്ക്കുന്ന വിമൽ എന്ന് പറയുന്ന ആൾ ഇന്ന് മലയാള സിനിമയിലെ വലിയ കലാസംവിധായകനാണ്. ബോബൻ എന്നാണ് വിളിക്കുന്നത്. വിമലെ ബോബൻ അത് ഓർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പിന്നെ ഓർക്കും ബോബൻ. അയാൾ വലിയ മലയാള സിനിമാ രംഗത്ത് വളരെ പ്രഗത്ഭനായ കലാസംവിധായകനാണ്. അന്ന് എനിക്ക് പടം വരച്ചു വരുന്നു. അപ്പോൾ പടം വരയ്ക്കുമ്പോൾ പറയും എൻ്റെ കാതിൽ SP എന്നാണ് വിളിക്കുന്നത്. കാരണം SP സുനിൽ പരമേശ്വരൻ. പിന്നെ ഞാൻ മാറ്റിയതാണ് SP സുനിൽ എന്നാണ് എൻ്റെ പേര്. SP സുനിൽ കുമാർ. സരസ്വതി അമ്മ പരമേശ്വരൻ നായർ. അതിനെ പിന്നെ സുനിൽ പരമേശ്വരൻ ഉണ്ടാക്കി. ഞാൻ പിന്നെ എഴുത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഒരു പേരുമാറ്റം ഉണ്ടാക്കി. നാടകങ്ങളൊക്കെ ഞാൻ 10-11 പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. റേഡിയോ നാടകങ്ങളിലൊക്കെ SP സുനിൽ എന്നായിരുന്നു. പിന്നെ സുനിൽ പരമേശ്വരൻ എന്നുള്ള മാറ്റം ഉണ്ടാക്കി. ഞാനീ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ സ്വപ്നങ്ങളുണ്ടാകും, സ്വപ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. നമ്മൾ ഓരോന്നായി മാറി ഇപ്പോൾ കുട്ടിക്കാലത്തുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളൊക്കെ പോയി, വേറെ കുറേ ആൾക്കാർ വന്നു, അവരൊക്കെ പോയി കുറേ പേരെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മൾ ആ ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഒക്കെ അവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ട് വാർദ്ധക്യമായൊരു നരകേറി വരും, മരണപ്പെട്ടു പോയവരെ കുറിച്ചൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അതിപ്പോൾ പണമുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. പണം ധാരാളമുള്ളവർ. പണമില്ലാത്തവരൊന്നും ആരും വിളിക്കാറൊന്നുമില്ല. ഇപ്പം എന്നെ 2-3 പ്രാവശ്യം മോഡൽ സ്കൂളിലെ സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സ്വാമി വേഷവും
നമ്മുടെ ജീവിത രീതിയൊന്നും അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സറൗണ്ടിനകത്ത് നമ്മളെ പറ്റാത്തത് കൊണ്ടോ ഒക്കെ പിന്നെ വിളിക്കാതായി. പിന്നെ ഞാൻ ടീച്ചറെ കല്യാണം കഴിച്ച് മറ്റൊരു അവസ്ഥയിലായിരുന്നു. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, കൗമാരത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കുട്ടിക്കാലത്ത് 6 വയസ്സുള്ളപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടപ്പെടുന്നു. 6 വയസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഇഷ്ടം എന്ന് പറയുന്നത് ഭയങ്കര മൂല്യമുള്ളതാണ്. ഒന്നും അറിഞ്ഞൂടാ ജീവിതത്തിന്റെ യാതൊന്നും അറിയാത്ത അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ കഴിയുമ്പോൾ രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു. അതിങ്ങനെ ആ പ്രണയം ഇങ്ങനെ മൂത്ത് അവർ കൗമാരപ്രായത്തിലെത്തി, അവിടുന്ന് യൗവനാവസ്ഥയിലെത്തി, അവരുടെ സ്വപ്നങ്ങൾ പൊഞ്ച് രണ്ടുപേരും പഠിച്ച് നല്ല നിലയിലാകുന്നു. നല്ല നിലയിലായി കഴിയുമ്പോൾ അവരെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കാൻ ഇന്നത്തെ കാലഘട്ടമല്ലേ, ഇന്നത്തെ അല്ലെങ്കിൽ കുറച്ച് മുമ്പിലത്തെ കാലഘട്ടമാണെങ്കിലും അവരുടെ ഇത്രയും വർഷത്തെ പ്രണയത്തിന്റെ മുമ്പിൽ അവരുടെ ലോകത്ത് വേറെ ആരുമില്ല. നമ്മൾ കുതിരയില്ലേ, കുതിര ഇപ്പം നമ്മൾ ഓടുമ്പോൾ ഈ കണ്ണിങ്ങനെ മൂടിയേക്കും. കുതിര എന്താണ്? കുതിരയ്ക്ക് മറ്റൊന്നുമില്ല, ഈ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്ന, ഇപ്പൊ കുരുക്ഷേത്രത്തിലൊക്കെ യുദ്ധം ചെയ്യുന്ന കരുത്തരായ കുതിരകൾ, കരുത്തുള്ള ആനകളൊക്കെ എന്താണ്, അവർ യുദ്ധത്തിലേക്ക് പോകണം, മരണത്തിലേക്ക് പോകണമെന്നുള്ളത് അറിയത്തില്ല. എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും പോകുന്ന മരണത്തിലേക്ക് തന്നെയാണ്. ഒരിക്കലും സംഭവിക്കരുതെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നതും മരിക്കരുത് എന്ന് മാത്രമാണ്. അതങ്ങനെയാണ് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ മരിച്ചു എന്ന് പറയും. പക്ഷേ നാളെ ഈ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം, ഈ സത്യം നമ്മളിലേക്ക് വരും എന്നുള്ളത് കാര്യമുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് വരാം. പണ്ട് ഒരു ബുദ്ധന്റെ അടുത്ത് പണ്ടൊരു അമ്മ തൻ്റെ മകൻ മരിച്ചുപോയി, ഞാൻ ശ്രീബുദ്ധന്റെ ഭക്തയാണ്, എൻ്റെ മകൻ മരിച്ചുപോയത് കൊണ്ട് എനിക്ക് അവനെ ജീവൻ തരണം എന്ന് പറയുമ്പോൾ ബുദ്ധൻ പറയും, ഒരു കാര്യം ചെയ്യൂ അമ്മ, ഒരു കാര്യം ചെയ്യൂ, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി ഒരാളെങ്കിലും മരിക്കാത്ത വീട്ടിൽ നിന്ന് ഒരു കടുകുമണി മേടിച്ചു വരാൻ പറയും. അപ്പോൾ ഈ അമ്മയുടെ ഈ കുട്ടിയുടെ ശവശരീരവുമായിട്ട് എല്ലാ വീടുകളിലും പോകുമ്പോൾ എല്ലായിടത്തും മരണം നടന്ന വീടുകളാണ്. മരണമാണ് ജനനം, ജനിച്ചാൽ മരിച്ചേ പറ്റൂ എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് ആ കഥയുടെ ഉറവിടം. അപ്പോൾ ബുദ്ധൻ പറയും, കണ്ട അമ്മേ, ഇത് മരണം നടന്നിലൂടെ, ഇത് ശാശ്വതമായ സത്യമാണ്, ഇത് മാത്രമാണ് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ മകനെ അടുത്ത ജന്മത്തിലേക്ക് നല്ലതായിട്ട് വരാനായിട്ട് നീ അവനെ ദഹിപ്പിച്ച് കളയാൻ പറയും. അതൊരു കഥയാണ്. കാരണം മരണത്തെക്കുറിച്ചിട്ടുള്ള ഒരിക്കലും മനുഷ്യൻ ചിന്തിക്കാത്ത, അല്ലേ, മരിച്ചു കഴിഞ്ഞാലും വെന്റിലേറ്റർ വിറ്റ് വെന്റിലേറ്ററിലേക്ക് എടുത്ത് വെച്ച് പണം വാങ്ങുന്ന ആശുപത്രിക്കാർ ഒരുപാട് പേരുണ്ട്. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ടീച്ചർ ഞാൻ സമാധി ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സമാധി എന്നാണ് പറയുന്നത്, എൻ്റെ ആത്മീയതയിൽ നിൽക്കുമ്പോൾ അതിനെ സമാധി ഗുഹയാണെന്ന് പറയും. ഞാൻ അതിരുന്ന് ജപിക്കാറുണ്ട്. നശിപ്പിക്കപ്പെട്ടവർ എൻ്റെ അവിടുത്തെ എല്ലായിടത്തും വെളിയിലൊക്കെ കളയുകയൊക്കെ ചെയ്തു. അതിൻ്റെ മൂല്യം എന്താണെന്നറിയാത്ത ജീവിച്ചിരിക്കുന്ന ഒരാൾ മരണാവസ്ഥ, എനിക്ക് മരണമുണ്ടെന്നും ആ മരണം ഇന്ന സ്ഥലത്തായിരിക്കണമെന്നും എൻ്റെ ഭൗതിക ശരീരം ഇന്ന സ്ഥലത്താണ് ദഹിപ്പിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ലയിപ്പിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആത്മീയതയിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ഇരിക്കുന്ന ഇരിപ്പിടം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും അവിടെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ശിക്ഷയുണ്ടല്ലോ, അത് മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അതൊന്നും വേറെ ഒന്നും നോക്കില്ല, ശത്രുവാണ്. അവൻ എന്തൊക്കെയാണോ ഇഷ്ടം അത് മുഴുവൻ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഞാനിത് കൂട്ടത്തെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഞാനീ പറഞ്ഞു വന്ന 2 പേര് തമ്മിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾ കഴിഞ്ഞു, അവർക്ക് സന്താനങ്ങൾ ജനിക്കുന്നില്ല. ഞാനീ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഗ്രഹനിലകൾ നോക്കൂല, പൊരുത്തവും നോക്കൂല, ഇതൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ മറ്റു സമുദായം, ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഞാൻ അവരുടെ ദാമ്പത്യത്തിൻ്റെ തകരാറുകളെ കണ്ടുപിടിക്കുമ്പോൾ ഒരിക്കലും അടുത്ത് വയ്ക്കാൻ പറ്റാത്ത ജാതകങ്ങളാണ്, ഗ്രഹനിലകളാണ്. ഉള്ളവർക്ക് ഇപ്പോൾ എല്ലാവർക്കും നക്ഷത്രവും നാളും ഒക്കെ അറിയാം. അല്ലെങ്കിൽ ഞാൻ പൂർവ്വജന്മം എടുക്കും. പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റാത്ത, ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. കാരണം അങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്ന ഗ്രഹനിലകൾ, ആ ഗ്രഹനിലകൾ, ഓരോ ഗ്രഹങ്ങളുടെ നോട്ടങ്ങൾ, അത് കറക്റ്റ് അല്ലെങ്കിലും ഉണ്ടാകുന്ന ആ ഗ്രഹം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ദശാസന്ധികൾ, മരണം സംഭവിച്ചിരിക്കും, അംഗവൈകല്യം സംഭവിച്ചിരിക്കും, അയാളുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കും, ഒരുപാട് വിഷയങ്ങൾ. ഇതൊരു പഠനമാണ്. ഞാനിപ്പോൾ എനിക്ക് ജ്യോതിഷമെന്ന് പറഞ്ഞുകൂടാ, എനിക്ക് അങ്ങനെ അത്ര ജ്യോതിഷത്തിൽ പാണ്ഡിത്യമില്ല, ഒന്നിനെക്കുറിച്ചും പാണ്ഡിത്യമോ അങ്ങനെ അറിവുകളില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ കണ്ണേഷിയുടെ പിന്നെ ആ ഫലത്തിൽ ഞാൻ ഫലം പറയുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ജ്യോതിഷം ഗണിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നതാണ്, ഇന്ന കാലമാണ്, ഇന്ന കാലത്ത് ഇതൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും, എനിക്കറിഞ്ഞുകൂടാ. മഹാപണ്ഡിതന്മാരായ ജ്യോതിഷ പണ്ഡിതന്മാരെ കാലിൽ തൊട്ട് തൊഴാൻ തോന്നും. കാരണം നല്ല ഗഹനമായി ചിന്തിച്ച് വളരെ കണിശമായി കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. അത്ഭുതങ്ങളാണ്. ഇന്നതൊക്കെ സംഭവിക്കും. ഇപ്പോൾ രാധാകൃഷ്ണ പണിക്കരൊക്കെ ഉണ്ട്, രാജേഷ് പണിക്കരൊക്കെ
ഗുരുവായൂർ ആ ഭാഗത്തൊക്കെ പിന്നെ പട്ടിക്കാടോ ഏതോ ഒരു സ്ഥലത്ത് എനിക്ക് അവരെ പരിചയമുണ്ട്. അവരെ കൃത്യമായ സ്ഥലം എനിക്ക് അറിഞ്ഞുള്ളൂ. അവരൊക്കെ എൻ്റെ കൂടെ ചില ഈ പിന്നെ അമ്പലങ്ങളിൽ അവർ ചില ഇതിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ കൂടെ വിളിക്കാറുണ്ട്. ഞാനവിടെ പോയി ചുമ്മാ ഇരിക്കാറുള്ളൂ. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം പറയും, ചിലപ്പോൾ അത് സംഭവിക്കും. ഇല്ല ഇതിൻ്റെതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ല അതിലൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ട്. സുബ്രഹ്മണ്യ ശർമ്മ എന്ന് പറഞ്ഞ കോട്ടയത്ത് തിരുവാതിക്കലുള്ള ഒരാളുണ്ട്, ചെറുപ്പക്കാരൻ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അമ്മയും നല്ല ജ്യോതിഷ പാണ്ഡിത്യമുള്ളവരാണ്. അപ്പം ഞാൻ സൂര്യകാന്തി പനിയെ വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഒരു ദിവസം അവിടെ വീട്ടിൽ ചെന്ന് താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അമ്മയുടെ പൂർവ്വജന്മം ഞാനെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ വയനാട്ടിലൊരു സ്ഥലത്ത് നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ എന്നെ കൂടെ വിളിച്ച് ഞാനും കൂടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുപാട് ക്ഷേത്രങ്ങൾ, ഒരുപാട് സാന്നിധ്യങ്ങളുടെ ഒരു വീടായിരുന്നു. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുന്നത്. അപ്പോൾ അവിടെ സീതാദേവിയുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലം പണിയണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിച്ചു. സീതാദേവിയുടെ ഒന്നും അമ്പലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം സീതാദേവിയൊക്കെ നമുക്കൊരു ദേവസ്ഥാനമായിട്ട് എടുക്കാൻ പറ്റില്ല. ശ്രീരാമൻ്റെ ഭാര്യയായിരുന്നു, ശരിയാണ്. അതിനെ അത് നമുക്ക് ഒരിക്കലും അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് ഉറപ്പിച്ചു. അപ്പോൾ സുബ്രഹ്മണ്യ ശർമ്മ പറഞ്ഞാൽ ലക്ഷണത്തിലുണ്ട് സ്വാമി, സ്വാമി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു ചിന്തയില്ല, ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം, വളരെ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ചില അനുഭവങ്ങൾ അനുഭവപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. കേട്ടപ്പോൾ ഞാൻ വസിഷ്ഠനാടി ജ്യോതിഷത്തിൽ പോയിട്ട് മധുസൂദന പണിക്കരെടുത്ത് ഇതെടുത്തപ്പോൾ ഈ വയനാട്ടിലുള്ള സീതാദേവിയുടെ ഒരു മനോദുഃഖം ഉണ്ടെന്ന് എൻ്റെ ആ ഫലത്തിൽ പറഞ്ഞു. അപ്പോൾ ആ മനോദുഃഖം ദുരിദ്രസിംഹാസന സിനിമ എടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് ഞാനിത് നോക്കിയത്. എത്ര കൃത്യമായിട്ടാണ്, എല്ലാ ഫലങ്ങളും അങ്ങനെ വരണം എന്നില്ല, പക്ഷെ ഈ ഫലം വളരെ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ വൈത്തിരി എന്നോ അങ്ങനെ ഒരു സ്ഥലം വയനാട്ടിലുണ്ട്. അവിടെ സീതാദേവിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് അവിടെ പരിഹാരക്രിയകൾ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വയനാട് വരെ പോകണം. ഞാൻ ടീച്ചറോട് വയനാട്ടിൽ പോയി. വൈത്തിരി എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ സീതാദേവിയുടെ പിന്നെ ക്ഷേത്രമുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. കാരണം വയനാട്ടിൽ വെച്ച് ഫലം പറഞ്ഞ ഒരു ഫലമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതുണ്ടായതുകൊണ്ടാണല്ലോ ഇല്ല എന്ന് പറയുന്നത്. അതുപോലെയാണ് ഞാൻ ഈ പിന്നെ മങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാട് മങ്കര, ഒരു സന്യാസി സ്ഥാപിച്ച ആശ്രമം ഉണ്ടായിരുന്നു. ആശ്രമം ഇടിച്ചു പൊളിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ 2 തിരുമേനിമാർ പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പാമ്പ് ഇത് കയറി നാഗം വന്ന് പണം ഉയർത്തി തന്നു. അവരെന്നെ വിളിച്ചു. ഞാൻ ഈ വയ്യാതെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. ഈ ചിക്കൻ ബോക്സ് പിടിച്ചിട്ട് കാളിയുടെ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചോളൂ, ഈ ആശ്രമം പൊളിക്കില്ല എന്ന്. അവരത് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞു പോയി. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മങ്കര എന്ന സ്ഥലത്ത്, പാലക്കാട്. അതൊരു ബ്രിഗേഡിയറുടെ പിന്നെ ഇതായിരുന്നു. അപ്പോൾ അമ്മയുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് അവരെ ഇപ്പോൾ ഓർക്കുന്നില്ല. ആ അമ്മ അടുത്ത കാലം വരെ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മളുണ്ട്. നമ്മളിതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കളഞ്ഞെങ്കിലും ചില കാര്യങ്ങൾക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വരാനായിട്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടുപേർ തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ എനിക്കിങ്ങനെ കയറി വരും. അപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നതൊക്കെ പറയുന്നതാണ്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു, കുട്ടികൾ സന്താനങ്ങൾ ജനിച്ചില്ല. സന്താനങ്ങൾ ജനിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് പരിഹാര കർമ്മങ്ങൾ ചെയ്തു. ഒരുപാട് ഉരുളി കമത്തുകയും നാഗങ്ങൾക്ക് പരിഹാരമൊക്കെ ചെയ്തു. പക്ഷേ സന്താനങ്ങൾ ജനിച്ചില്ല. അവർ മാത്രമായൊരു ലോകത്തായിരുന്നു. കാരണം അവർ മാത്രമായിട്ടുള്ള ലോകത്തും അവർ തന്നെയാണ് പരസ്പരം കുട്ടികളായിട്ട് ജീവിച്ച പ്രശ്നമില്ല. പക്ഷേ അവർക്ക് അവർ 6ാം ക്ലാസ് മുതൽ പഠിച്ചു വന്ന സ്നേഹത്തിൻ്റെ ഉറവിടം നഷ്ടപ്പെട്ടു പോയി. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. രണ്ടുപേരും കാണാനൊരു കുഴപ്പമില്ല. സുന്ദരന്മാരും സുന്ദരിമാരും, ഇഷ്ടംപോലെ തലമുണ്ട്, വസ്തുക്കളുണ്ട്, എല്ലാ കാര്യമുണ്ട്. പക്ഷേ ഒരു സന്താനം ജനിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ പറ്റിയ മാറ്റങ്ങൾ കൊണ്ടോ ഇവർക്കിടയിൽ ഒരു അകലം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അവരെന്നെ വിളിച്ചിട്ട് സ്വാമി ഞങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു. ആ പെൺകുട്ടിയാണ് ആദ്യം എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താണ്? എനിക്ക് ആദ്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും പറ്റിയില്ല. കാരണം ഇടയ്ക്ക് എത്രയോ കാലത്തിന് മുമ്പ് വിളിച്ചതാണ്. ഞാൻ എന്താണ് അത് അവനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 6ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച് 6ാം ക്ലാസ് മുതൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ വളർച്ച നിങ്ങൾ മുമ്പിൽ കണ്ട് തിരിച്ചറിഞ്ഞ് പൊരുത്തമൊന്നും നോക്കിയില്ലല്ലോ. പൊരുത്തമൊന്നും വേണ്ട. നിങ്ങൾ അവനില്ല രണ്ടുപേര് ഇത്ര ഈ സമയത്ത് നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് എത്രയോ പേര് നിങ്ങൾ വിവാഹം കഴിക്കേണ്ട, ഇത് ജാതക പൊരുത്തമില്ല, ഇതിന് പ്രശ്നമില്ല, ഇത് തമ്മിൽ മുമ്പിൽ പ്രശ്നമാണ്, മുമ്പിലോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ ഇല്ല, മരിക്കണമെങ്കിൽ ഒരു നിമിഷമാണെങ്കിലും ഒരു യുഗമാണെങ്കിലും നൂറ്റാണ്ടുകളാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ജീവിച്ച് മരിക്കുമെന്ന് പറഞ്ഞ രണ്ടുപേർ തമ്മിൽ അകലാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് ആ പെൺകുട്ടി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള കുട്ടികളുള്ള ഒരു 2 കുട്ടികളും വിധവയായ ഒരു സ്ത്രീയുമായിട്ട് സൗഹൃദമുണ്ട്. സ്വാമി ഇത് സത്യമാണോ എന്ന് പറയും. നമ്മൾ പെട്ടുപോകത്തില്ലേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണത് പറയുക?
ഭർത്താവ് മരിച്ചുപോയ 2 കുട്ടികളുള്ള അവൻ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ കണ്ടുപിടിച്ചു. അത് ഞാൻ മൊബൈലിൽ കൂടെ ഇവിടെ ചാറ്റിംഗ് എല്ലാം കണ്ടുപിടിച്ചു. അവനിപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അവൻ രാത്രി ഭക്ഷണം വേണ്ടാന്ന് പറയും. ഞാനിവിടെ അവന് ഭക്ഷണം ഉണ്ടാക്കി വെക്കും. ഇവൻ അവരെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പറയുന്നത്. അത് മാത്രമല്ല, ഒരു ദിവസം അവൻ്റെ തുണിക്കടയിൽ നിന്ന് അവൻ വാങ്ങിച്ച അവൻ്റെ ഡ്രസ്സിൽ നിന്ന് അവർക്ക് വാങ്ങിക്കൊടുത്ത ഒരു വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങിക്കൊടുത്തതിൻ്റെ ബില്ല് കണ്ടു. അവനതെനിക്ക് വാങ്ങി തന്നിട്ടില്ല. എനിക്ക് ദുഃഖം സഹിക്കാൻ വയ്യ, എനിക്ക് മരിക്കാനൊന്നും വയ്യ സ്വാമി, പക്ഷെ അവൻ എന്നോട് നീതി കാണിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ അവൻ്റെ സ്നേഹം അഭിനയിക്കാറുണ്ട്. അതെങ്ങനെ മനസ്സിലായി? അഭിനയിക്കാറുണ്ട്. ഞാൻ നിങ്ങൾ ഒരു കട്ടിലാണോ കിടക്കുന്നത്? ഒരു കട്ടിൽ തന്നെയാണ് സ്വാമി, പക്ഷെ അയാൾ എന്നെ സ്പർശിക്കാറൊന്നുമില്ല. എൻ്റെ മനസ്സ് അവനിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം സ്വാമി? അവനെ അവൾക്ക് വിട്ടുകൊടുക്കട്ടെ, പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവൻ ഈ ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ആളാണെങ്കിൽ പോലും ഞാൻ അവനെ സ്നേഹിച്ച് എൻ്റെ ആത്മാവിൻ്റെ അംശം കൊടുത്തുപോയി. അതുകൊണ്ട് എനിക്ക് അവനെ മറ്റൊരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അവനോട് പറഞ്ഞിട്ട് പൊട്ടിക്കരയുവാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ആരാച്ചാരുടെ മകൾ എന്ന് പറയുന്ന നോവല് ആലോചിക്കുന്നത്. അതിനകത്ത് പറയും, നീ എൻ്റെ ശ്വാസമാണ്, ഞാൻ നിൻ്റെയും. അപ്പോൾ ആ ശ്വാസം എനിക്ക് മാത്രം അവകാശപ്പെട്ടാണ്, മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. പ്രാണൻ, ജീവൻ, നിന്നോട് എനിക്ക് സ്നേഹമാണ് എന്ന് പറയുന്ന വാക്കിന് പ്രസക്തി ഇല്ലാതെ പോവുകയാണ്. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്നേഹിക്കുകയാണ്, ഞാൻ അവളെ സ്നേഹിക്കുകയാണ്. അവളെ ശരീരത്തെയാണോ സ്നേഹിക്കുന്നത്? അവളെ വിദ്യാഭ്യാസത്തിനാണോ സ്നേഹിക്കുന്നത്? അല്ലെങ്കിൽ അവൾ കൊടുക്കുന്ന വസ്ത്രത്തെയാണോ സ്നേഹിക്കുന്നത്? അവളുടെ മനസ്സ് നിങ്ങൾ അറിഞ്ഞിട്ടാണോ സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്? എത്ര ദാമ്പത്യങ്ങളാണ് കലങ്ങി മറിഞ്ഞു പോകുന്നത്! എന്തൊരു കഷ്ടമാണ്! എനിക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. എന്നെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്നെ വിളിക്കുമ്പോഴൊക്കെ തന്നെ ഒരു കുട്ടി കരയുന്ന ശബ്ദം ഞാൻ കേൾക്കും. അപ്പം ഞാൻ ചോദിക്കും, ഞാൻ പേര് പറയുന്നില്ല, ഞാൻ ചോദിക്കും, മോളെ കുഞ്ഞിന് എത്ര വയസ്സായി? ഇതാ 1 വർഷം, 1 വയസ്സാകുന്നേ ഉള്ളൂ സ്വാമി. എന്താണ് പ്രശ്നം? അവളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടി അവളുടെ ജീവിതത്തിൽ 8 or 10 പവൻ ഉണ്ടാക്കി വെച്ചു. ആ കുട്ടി നന്നായിട്ട് പഠിച്ചു, നല്ലൊരു ജോലി കിട്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ ആദ്യമാണല്ലോ, വയ്യാത്ത അമ്മയാണ്. ഒരു പയ്യൻ്റെ വിവാഹം വന്നപ്പോൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുപോയി. 8 or 10 പവനേ ഉള്ളൂ. അവിടെ നല്ല പെൺകുട്ടിയാണ്, സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ അറിയാം. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, രാത്രിയാകുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ 2 മുറിയേ ഉള്ളൂ. ആ വീട്ടിനകത്ത് 10 പേരെങ്ങാണ്ടുണ്ട്. ഒരുമിച്ച് ഭാര്യയും ഭർത്താവോട് സ്വകാര്യമായിട്ടൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെ കുട്ടി ജനിക്കും നമ്മൾ ചോദിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, അതിനൊന്നും അധികം സമയം വേണ്ടല്ലോ. എന്നാലും കുട്ടി ജനിക്കൂ. ഇവന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവന്റെ ചേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള ബന്ധമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സ്വാമി, പക്ഷെ അവരാണല്ല ഈ സ്വർണ്ണമെല്ലാം മേടിച്ച് ചേട്ടന്റെ ഭാര്യ വെച്ചു. എന്നിട്ട് ഈ കുട്ടിയും ഈ അമ്മയും ഈ കുട്ടിയും ആയിട്ടൊരു ചെറിയ കുടിലിൽ താമസിക്കുവാണ്. എന്നെ എപ്പോഴും വിളിക്കുമ്പോഴെല്ലാം ഈ കുഞ്ഞിന്റെ ശബ്ദമൊക്കെ കേൾക്കണേ. ഞാൻ കുറച്ചു നേരം അതിങ്ങനെ കേൾക്കും. യഥാർത്ഥത്തിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നലെ ഞാൻ കോടതിയിൽ അങ്ങാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ വന്ന് വീട്ടിൽ, അവൻ കോടതിയിൽ വിളിക്കുന്നതിന് മുമ്പ് ചെന്നിട്ട് പറഞ്ഞു, നീ കോടതിയിലൊന്നും പോകണ്ട, ഞാൻ എൻ്റെ വീട് വിറ്റ പൈസ തരാം. വീട് വിൽക്കാൻ അവൻ്റെ പേര് വീടില്ലല്ലോ. അങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ ഇടയിലാണ്. ഇന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 2 പേര് തമ്മിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു 2 പേര് എന്നെ കാണാനായിട്ട് വന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ, ഒരു ഭാര്യയും ഭർത്താവും, 2 ഒന്നിനെ മാറ്റി വയ്ക്കാനില്ല അവരെ. ഞാൻ അവരുടെ ഫലം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ ദാമ്പത്യത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും, പിരിയും കേട്ടോ. അപ്പോൾ അവൾ ചോദിച്ചു, അതെന്താ? അവൻ്റെ മുഖത്തൊക്കെ നോക്കി. അതെന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കായികമായിട്ടുള്ള കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ എക്സർസൈസ്, ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം, അല്ലാതെ ഈ ഭാര്യയോ കുട്ടിയോ ഇദ്ദേഹത്തിൻ്റെ മുമ്പിലില്ല. കാലത്തിലെ സേതു എന്ന് പറയുന്ന എം ടി വാസുദേവൻ നായരുടെ കാലത്തിലെ സേതു അവസാനം എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ സേതുവിൻ്റെ കാമുകി സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇരുട്ടത്തിങ്ങനെ ഇരിക്കുമ്പോൾ സേതു, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ആ കഥാനായിക പറയുന്ന മറുപടിയുണ്ട്, സേതു എന്ന് ഒരാളെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. അപ്പോൾ അവനിങ്ങനെ നോക്കും, അത് സേതുവിനെ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഭർത്താവ് അയാളെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. 2 പേര് തമ്മിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി. ആ പെൺകുട്ടി എൻ്റെ അടുത്ത്, ആ പെൺകുട്ടിയായിട്ട് ബന്ധമുള്ള ഒരാൾ പറഞ്ഞു, എന്താണ് സ്വാമി, ഞാൻ അവളിനി കല്യാണം, എൻ്റെ അടുത്ത് 1 വർഷമായി അവർ വന്നിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞേ പറ്റൂ. കാരണം പ്രണയം എന്ന് പറയുന്നതൊക്കെ ശരി തന്നെ, ആകർഷണമാണ്, ഇത് പ്രണയമല്ല. അങ്ങനെ ഇന്നിപ്പോൾ ആ കുട്ടി വേറെ വീടെടുത്ത് മറ്റേ ഒരു ചെറിയ കുട്ടിയുമായിട്ട് താമസിക്കും. പക്ഷെ ഞാൻ ഒരിക്കലും അവന് വിവാഹമോചനം കൊടുക്കില്ല. അങ്ങനെ അവൻ പോയി മറ്റിടത്തൊരു കല്യാണം കഴിക്കേണ്ട. പ്രണയിച്ചിരുന്നവരാണ്, നമ്മളിത് ആലോചിക്കണം. ഞാൻ അവരുടെ ഗ്രഹനില പരിശോധിച്ചു, അന്ന് കൊണ്ടുവരാൻ അഗ്നി കത്തിപ്പോവും, തട്ടി പിടിപ്പിക്കണ്ട. അതുപോലെയല്ലേ ഇവിടെ. അപ്പോൾ ആ സ്ത്രീ പറയുന്നത് അതല്ല സ്വാമി, എനിക്ക്
അവനോട് മറ്റൊരു പെൺകുട്ടി സംസാരിക്കുന്ന 6ാം ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അവനോട് മറ്റൊരു സ്ത്രീ സംസാരിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അവൻ 2 വിധവയായ ഒരു സ്ത്രീയുടെ എല്ലാ ഇംഗിതങ്ങൾക്കും അവൻ വഴങ്ങുന്നു. അവൻ്റെ ജീവിതം തന്നെ, അവൻ പണ്ട് നരച്ച മുടി ഉണ്ടായിരുന്നാൽ അത് അങ്ങനെ പോയിരുന്നവനാണ് അന്നേരം. ഇപ്പോൾ അവൻ ഡൈ അടിക്കുന്നു, അവൻ വൈകി എത്തുന്നു, അവരുമായിട്ട് സിനിമയ്ക്ക് പോകുന്നതായിട്ട് ഇപ്പോൾ പറയുന്നു. എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഏകാന്തതയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ മറ്റൊരു പെണ്ണ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി, ഞാൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്ത് ചോദ്യമാണ് പറയുന്നത്? നമ്മൾ ഈ സമൂഹത്തോട് എന്താണ് പറയേണ്ടത്? പ്രണയത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കുന്നില്ല. സ്നേഹം പ്രാണനിൽ നിന്നുണ്ടാകുന്നതാണ് പ്രണയം. സ്നേഹം എന്ന് പറയുന്നത് എന്തിനെയാണ് സ്നേഹിക്കുന്നത്? ജീവിതത്തെയാണോ? രണ്ടുപേര് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാനുള്ള മനസ്സിന്റെ പൊരുത്തമാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത് പൊരുത്തമാണോ? ഇപ്പൊ ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണ്? അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് സ്വാമി ഞാൻ പൊട്ടിക്കരയുവാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു. ആ പെൺകുട്ടിയുടെ പടം കണ്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് പോയി. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു സുന്ദരനായ ഭർത്താവ്, അവനൊരു പണിക്കും പോകില്ല. അവൾ അവിടുന്ന് ജോലി ചെയ്ത് പിന്നെ അയച്ചു കൊടുക്കണം. അവൻ കസേരയിൽ നിന്ന് അനങ്ങില്ല, TV-യുടെ മുമ്പിൽ കാണുക, വൈകുന്നേരം ഡൈയൊക്കെ മുറിഞ്ഞ് വെളിയിറങ്ങുക. ആ ഭാര്യ ഒറ്റയ്ക്ക് കഴിയുകയാണ്, മക്കളില്ല. അവനെ അവനെ കളയാൻ വയ്യ. പ്രണയത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. സ്നേഹിക്കാൻ പോകുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് മുമ്പിൽ സംഘർഷങ്ങളിൽ ഉപരിയുള്ള എന്തൊക്കെയാണോ ജീവിതത്തിൽ സംഭവിക്കുന്ന മഹാദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. കടൽ പോലെയാണ്. കടല് നല്ല ശാന്തമായ കടലാണെങ്കിൽ പോലും അടിയൊഴുക്കുണ്ട്. ഇല്ലെങ്കിൽ തിരമാലകൾ കണ്ടില്ലേ, ചെറിയ തിരമാലകൾ വലിയ വലിയ തിരമാലകളാകുന്ന പോലെ ഒരിക്കലും ശാന്തമാകാത്ത കടലാണ് ജീവിതം. നിങ്ങളൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ആകർഷണമല്ല, നിങ്ങളുടെ ഇഷ്ടങ്ങളും പൊരുത്തപ്പെട്ടു പോകാനും മരണം വരെ ഒരുമിച്ച് ജീവിക്കാനും പറ്റുന്ന അവരെയൊക്കെയാണ് നിങ്ങൾ കൂടെ ചേർക്കേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ചയോടുകൂടിയും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ദാമ്പത്യം ഉണ്ടാകട്ടെ. എല്ലാം പ്രണയിക്കുന്നവർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.